ഹായ് ഹലോ. ഇന്നത്തെ ഈ ഒരു വീഡിയോ സ്കൂളിൽ പോകുന്ന മക്കളുള്ള എല്ലാ പാരൻസിനും വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ഹാൻഡ് ബാൻഡ്സും വാച്ചും ബ്രേസ്ലെറ്റൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഫസ്റ്റത്തെ ഹാൻഡ് ബാൻഡ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ഹെയർ ബാൻഡ് വാങ്ങിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള കട്ടി കുറഞ്ഞൊരു കാർഡ്ബോർഡാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കളർ പേപ്പേഴ്സാണ്, ഓറഞ്ചും ഗ്രീനും. ട്രൈ കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെയിം അളവിലുള്ള പേപ്പേഴ്സ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ അരികിലായിട്ട് ഒരു വൈറ്റ് പോർഷൻ കാണുന്നുണ്ട്, അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ട്രിം ചെയ്ത് കളയാം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഹെയർ ബാൻഡിൻ്റെ കട്ടി പറഞ്ഞ കാർഡ്ബോർഡ് ഉണ്ടല്ലോ, അതിൻ്റെ രണ്ട് സൈഡിലേക്കായിട്ട് ഇതുപോലെ ഗ്രീനും ഓറഞ്ചും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ സെയിം അളവിൽ സെൻറ്ററിൽ വൈറ്റ് അതുപോലെ സെയിം അളവിൽ കീപ്പ് ചെയ്യണം. കണ്ടില്ലേ? ഇനി നമുക്ക് രണ്ട് സൈഡിലും എക്സ്ട്രാ വരുന്ന ഗ്രീനും ഓറഞ്ചും പേപ്പേഴ്സ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി സെൻറ്ററിലേക്ക് ഒരു അശോക ചക്രം കൂടി വേണം. അതിനായിട്ട് ചെറിയൊരു സ്ക്വയർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ചെറിയൊരു റൗണ്ട് ഷേപ്പ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനും യൂസ് ചെയ്തിട്ടുള്ളത് കട്ടി കുറഞ്ഞിട്ടുള്ള കാർഡ്ബോർഡാണ്. ഈ ഒരു രീതിയിൽ റൗണ്ട് ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അശോക ചക്രത്തിൻ്റെ 24 ലൈൻസും കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അശോക ചക്രത്തിൻ്റെ 24 ലൈൻസ് എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, എങ്ങനെയാണ് കറക്റ്റ് മെഷർമെൻറ്റിൽ കിട്ടുന്നത് എന്നുള്ളതൊക്കെ മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി മുകളിൽ ഐക്കാർഡിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പേന വെച്ചിട്ടാണ് ഈ ഒരു അശോക ചക്രം ഇങ്ങനെ വരയ്ക്കുന്നത് കേട്ടോ. ബ്ലൂ കളറിലുള്ള പെന്നാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് പകരം സ്കെച്ച് പെന്നോ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഗം യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാം. ഇനി വേണ്ടത് നമ്മുടെ കുട്ടികളുടെ കൈയുടെ റിസ്റ്റിൻ്റെ ആ ഒരു ചുറ്റളവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ റഫായിട്ടൊരു പേപ്പറിൽ ആ ഒരു കറക്റ്റ് അളവൊന്ന് മെഷർ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓപ്പോസിറ്റ് സൈഡിൽ രണ്ട് സൈഡിൽ ഇതുപോലെ ഒന്ന് രണ്ട് കട്ടിങ് കൊടുക്കുന്നുണ്ട്. അതിലേക്കാണ് നമ്മൾ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ബാൻഡ് കെട്ടി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കണ്ടോ കറക്റ്റ് അളവ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാൻഡിലേക്ക് ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക്. കണ്ടില്ലേ? അപ്പോൾ ഒരെണ്ണം ഇതുപോലെ ഫ്രണ്ടിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത കട്ടിങ് കൊടുക്കേണ്ടത് ബാക്ക് സൈഡിൽ നിന്നും ഇതുപോലെ കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ? ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു വൈറ്റ് കാർഡ്ബോർഡിന് വീതി കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് എക്സ്ട്രാ ആ ഒരു ഓറഞ്ച് പേപ്പറും ഗ്രീൻ പേപ്പറും കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ആ വൈറ്റ് കാർഡ്ബോർഡ് കുറച്ചും കൂടി വീതിയിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല അടിപൊളി ഒരു ഹാൻഡ് ബാൻഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കുട്ടികൾക്ക് ഇൻഡിപെൻഡൻസ് ഡേക്ക് കയ്യിൽ കെട്ടിക്കൊണ്ട് പോകാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയുള്ള സംഭവം ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് ഹാൻഡ് ബാൻഡ് കണ്ടാലോ. അപ്പോൾ ഇതിനും ട്രൈ കളർ എടുത്തിട്ടുണ്ട്, ഓറഞ്ച്, വൈറ്റ് ആൻഡ് ഗ്രീൻ. അപ്പോൾ ഈ ഒരു വൈറ്റ് പേപ്പർ നമ്മുടെ ബോണ്ട് പേപ്പറാണ് കേട്ടോ, A4 ഷീറ്റാണ്. അപ്പോൾ A4 ഷീറ്റ് ഇതുപോലെ മൂന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ? സെയിം അളവിൽ വേണം ഫോൾഡ് ചെയ്ത് എടുക്കാനായിട്ട്. നെക്സ്റ്റ് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ ഇതുപോലെ 3 പാർട്ടായിട്ടായിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമായിട്ട് ഗമ്മൊന്ന് അപ്ലൈ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. കൂടുതൽ ഉള്ളിലേക്ക് പോകരുത്, ആ സൈഡിൽ ആയിട്ട് മാത്രമാണ് ഗം അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ കുട്ടികളുടെ റിസ്റ്റിൻ്റെ ആ ഒരു അളവെടുത്തിട്ട് അത് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ മോൻ്റെ അളവിന് ഇത്ര മതി. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഓറഞ്ച് കളർ പേപ്പറിൽ നിന്നും ചെറിയൊരു പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വലിയ പീസ് വേണ്ട, ചെറിയൊരു പീസ് മതി. നെക്സ്റ്റ് ഈ ഒരു സെയിം അളവിൽ തന്നെ ഗ്രീൻ പേപ്പറിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ? സെയിം അളവിലുള്ള 2 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വൈറ്റ് പേപ്പറിൻ്റെ രണ്ട് സൈഡിലായിട്ട് സെൻറ്ററിൽ തന്നെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട്
ഇതുപോലെ മടക്കി 2 കളർ പേപ്പേഴ്സും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ സെൻറ്ററിലേക്കൊരു അശോക ചക്രമാണ്. അത് നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു കാർഡ്ബോർഡിൽ അശോക ചക്രം വരച്ചിട്ട് ഫസ്റ്റ് ചെയ്ത ആ ഒരു ഹാൻഡ് ബാൻഡ് ഉണ്ടല്ലോ, അതുപോലെ വേണമെങ്കിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ആ വൈറ്റ് പോർഷനിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് സ്കെച്ച് യൂസ് ചെയ്തിട്ടാണ് കളർ ചെയ്യുന്നത്. ഇതിന് പകരം ബ്ലൂ പെന്നും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു സൈഡ് ഒന്ന് കോൺ ഷേപ്പ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഭാഗം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള പോർഷൻ ഇതുപോലെ ഉള്ളിലേക്ക് ഗം അപ്ലൈ ചെയ്തിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ബാൻഡിൻ്റെ ഒരു സൈഡ് ഇതുപോലെ കോൺ ഷേപ്പിൽ ഇരിക്കണം. ഇത് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുന്നതിന് പകരം നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ, കോൺ ഷേപ്പിൽ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു രീതിയിൽ ഈസി ആയിട്ട് ഇൻസേർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഭാഗം കോൺ ഷേപ്പിൽ ആക്കി കൊടുത്തത് കേട്ടോ. വളരെ സിമ്പിളല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കുട്ടികൾക്ക് സ്വയം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു 2 ഹാൻഡ് ബാൻഡ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് 3ാമത്തെ ഹാൻഡ് ബാൻഡ് മേക്കിംഗ് കണ്ടാലോ? അപ്പോൾ ഇത് ഒരു ബ്രേസ്ലെറ്റ് ഷേപ്പിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെയിം അളവിലുള്ള 4 പീസ് പേപ്പറാണ് വേണ്ടത്. അപ്പോൾ അതിൽ 2 എണ്ണം വൈറ്റ് കളറും 1 എണ്ണം ഓറഞ്ചും 1 എണ്ണം ഗ്രീനും. ഇനി നമുക്കിത് വീഡിയോയിൽ കാണുന്ന രീതിയിൽ സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ കറക്റ്റായി കണ്ടതിന് ശേഷം മാത്രം ഇത് ട്രൈ ചെയ്യാം കേട്ടോ. ഈ ഒരു ബ്രേസ്ലെറ്റിൽ മുകളിൽ നിന്ന് താഴേക്ക്, അതായത് വെർട്ടിക്കലി ഓറഞ്ചും വൈറ്റും, ഹൊറിസോണ്ടലി ഗ്രീനും വൈറ്റും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് മുകളിൽ മാത്രമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ പോർഷനിലും ഇതുപോലെ മെടഞ്ഞാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഹാൻഡ് ബാൻഡ് ബ്രേസ്ലെറ്റ് മോഡലിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് റിബൺ യൂസ് ചെയ്തും അതുപോലെ ക്ലോത്ത് യൂസ് ചെയ്തും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള സംഭവം. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് എന്ത് വേണം? അശോക ചക്രം വരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു റൗണ്ട് ഷേപ്പുള്ള കട്ടി കുറഞ്ഞൊരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കട്ടിയുള്ള പേപ്പർ കിട്ടിയിട്ടുള്ളത് നമ്മുടെ മെഡിസിനൽ ബോട്ടിലിൻ്റെ ക്യാപ്പിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ ആ ഒരു കാർഡ്ബോർഡ് നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് അതിലേക്ക് സ്കെച്ച് യൂസ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് അശോക ചക്രം ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഗം യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റ് മോഡലിലുള്ള ഹാൻഡ് ബാൻഡും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇനി നമുക്കിത് കയ്യിലേക്ക് എങ്ങനെയാണ് കെട്ടുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് കെട്ടാൻ വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് വച്ചു കൊടുത്താൽ മതി. അത് ഉള്ളിലോട്ട് വച്ച് കൊടുക്കുന്നത് കൊണ്ടാണ് ബാക്കി പോർഷനിലൊന്നും നമ്മൾ ഗം അപ്ലൈ ചെയ്തിട്ട് മെടയാതിരുന്നത് കേട്ടോ. ഇനി നമുക്ക് 4ാമത്തെ ഹാൻഡ് ബാൻഡ് കണ്ടാലോ? ഇത് ചെയ്യുന്നത് വാച്ച് ഷേപ്പിലാണ് കേട്ടോ. അതിനു വേണ്ടി കട്ടി കുറഞ്ഞിട്ടുള്ള ഒരു കാർഡ്ബോർഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ സെയിം അളവിൽ ഓറഞ്ച് സ്ക്വയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് ചെറുതായിട്ട് വൈറ്റ് കളറും അതിലും ചെറിയൊരു സ്ക്വയറായിട്ട് ഗ്രീനും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഗ്രീൻ സ്ക്വയർ പേപ്പറിൻ്റെ ഉള്ളിൽ വയ്ക്കാനായിട്ട് ചെറിയൊരു റൗണ്ട് ഷേപ്പ് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് അശോക ചക്രവും അതിൻ്റെ 24 ലൈൻസും ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കാർഡ്ബോർഡിലേക്ക് ഓറഞ്ചും നെക്സ്റ്റ് വൈറ്റ് നെക്സ്റ്റ് ഗ്രീൻ കളർ പേപ്പേഴ്സ് ഇതുപോലെ ഓർഡർ അനുസരിച്ച് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഈ ഒരു അശോക ചക്രം കൂടി നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വാച്ചിൻ്റെ ഡയൽ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വാച്ചിൻ്റെ ആ ഒരു സ്ട്രാപ്പാണ്. 2ാമത്തെ ഹാൻഡ് ബാൻഡ് ഉണ്ടാക്കിയില്ലായിരുന്നോ? അപ്പോൾ അതിൽ കാണിച്ച അതേ സ്റ്റെപ്പിലാണ് നമ്മൾ 3ആയിട്ട് പേപ്പർ ഫോൾഡ് ചെയ്തിട്ട് ഒരു സൈഡിൽ മാത്രം ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് ഇതുപോലെ ചെറിയൊരു പേപ്പറും 3ആക്കി ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് ബാക്കി വരുന്ന പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ അത് കുറച്ച് ലൂസിൽ വേണം അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നാലാണ് നമ്മുടെ വാച്ചിൻ്റെ സ്ട്രാപ്പ് ഉള്ളിലോട്ട് ഇതുപോലെ ഈസി ആയിട്ട് കയറുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ വാച്ചിൻ്റെ ഡയൽ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ വാച്ച് ഹാൻഡ് ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഹാൻഡ് ബാൻഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കൂടി ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. ഈ ഒരു ഹാൻഡ് ബാഗ് മേക്കിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മളുണ്ടാക്കിയ ഹാൻഡ് ബാഗ്സ് തന്നെ നമ്മൾ കയ്യിൽ കെട്ടിക്കൊണ്ട് പോവാം. ഇതുപോലെ ഒത്തിരി ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായിട്ടുള്ള ക്രാഫ്റ്റുകൾ നമ്മുടെ ചാനലിൽ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനിയും പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കാര്യങ്ങൾ ക്രാഫ്റ്റിലൂടെ നമുക്ക് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനായിട്ടുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്